ബംഗ്ലാദേശിൽ പ്രശസ്ത സംഗീതജ്ഞൻ ജെയിംസിന്റെ സംഗീത നിശയ്ക്ക് നേരെ ആക്രമണം. മുസ്ലിം മതമൗലികവാദികളാണ് ആക്രമണം നടത്തിയത്. ഫരീദ്പൂരിൽ നടന്ന സംഗീത പരിപാടിക്ക് നേരെയാണ് ആക്രമണം. സംഗീത പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സംഭവത്തിൽ 25ലധികം ആളുകൾക്ക് പരിക്കേറ്റു. വിവരങ്ങൾ നൽകാൻ ശ്രീകാന്തുണ്ട്. ശ്രീകാന്ത്, നമുക്കറിയാം ബംഗ്ലാദേശിൽ ഹൈന്ദവർക്ക് നേരെ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാവുകയാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് ഇത് നൽകിക്കൊണ്ട് മതമൗലികൾക്ക് എല്ലാ സൗകര്യവും നൽകിക്കൊണ്ട് ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഗീതവും ഹറാമാവുകയാണ് ബംഗ്ലാദേശിൽ. ബംഗ്ലാദേശിൽ ഈ ഇസ്ലാമിക മതമൗലികവാദികൾ അവിടുത്തെ അധികാരം പിടിച്ചതിന് ശേഷം ബംഗ്ലാദേശിൽ സംഗീതം ഉൾപ്പെടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവിടെ നിരോധനത്തിന്റെ പാതയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഏതെങ്കിലും തരത്തിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തിയാൽ ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉള്ളത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം പ്രശസ്ത സംഗീതജ്ഞൻ ജെയിംസിന്റെ സംഗീത നിശയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഫരീദ്പൂരിൽ നടന്ന സംഗീത പരിപാടിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ഒരു സ്കൂളിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ആക്രമണം. സംഗീത പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ ആക്രമണം അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ 25ലധികം പേർക്ക് പരിക്കേറ്റു. ബോളിവുഡിലടക്കം പാടിയിട്ടുള്ള പ്രശസ്ത ഗായകനാണ് ഇദ്ദേഹം. ബംഗ്ലാദേശിൽ സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെ ആക്രമണം തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ മതമൗലികവാദികളുടെ ആക്രമണം തുടർക്കഥയാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.